ജനം ടി വി തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാനും പാറശാല സ്വദേശിയുമായ അഭിജിത്ത് ശ്രീകുമാർ അന്തരിച്ചു. ഇന്നലെയുണ്ടായ വാഹനാപകടത്തിലാണ് വിയോഗം. 26 വയസ്സായിരുന്നു. ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവേ ടോറസ് ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. സംസ്കാരം വൈകിട്ടാണ് നടക്കുക. ഇപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അഭിജിത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടങ്ങുന്ന ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകളാണ് കാണുന്നത്. വളരെ ചെറിയ പ്രായത്തിലാണ് അഭിജിത്ത് ശ്രീകുമാർ നമ്മിൽ നിന്നും വിട്ടകലുന്നത്. ക്യാമറകളെ ജീവനോളം സ്നേഹിച്ച പ്രിയപ്പെട്ട ക്യാമറാമാൻ കാഴ്ചകൾ കണ്ടു തീരും മുൻപേ തിരികെ പോയിരിക്കുകയാണ്. ജനം ടി വിയുടെ തിരുവനന്തപുരം വാർത്തകളിലെ പതിവ് ക്യാമറാമാനാണ് അഭിജിത്ത്. ഒരുപിടി കണ്ണീർ പൂക്കളാണ് ജനം ടി വി അർപ്പിക്കുന്നത്. ഇന്നലെ രാത്രി 11:30 ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പാറശാലയിലെ വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായത്. ടോറസ് ലോറിയുമായുള്ള അപകടത്തിലാണ് അഭിജിത്തിന് ജീവൻ നഷ്ടമാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്ക് അഭിജിത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവന്നത്. പാറശാല സ്വദേശിയാണ്. പ്രിയപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 26 വയസ്സിലാണ് അഭിജിത്ത് തൻ്റെ കരിയറിലെ ജീവിതവും കരിയറും എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുന്നത്. ഒട്ടേറെ കരിയർ സ്വപ്നങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് അഭിജിത്ത് മടങ്ങുന്നത്. കുറച്ചു കാലമേ ജനം ടി വിയുടെ ഭാഗമായി വന്നിട്ടുള്ളൂ എങ്കിലും എടുത്ത ഓരോ ഷോട്ടിലും ഒട്ടേറെ ജീവിതങ്ങൾ വരച്ചു കാട്ടിയ ക്യാമറ പേഴ്സൺ. എന്നും ക്യാമറയെയും കാഴ്ചകളെയും പ്രണയിച്ച അഭിജിത്ത് ഓർമ്മയാകുമ്പോൾ ജനം ടി വിയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. ഒട്ടേറെ പ്രതീക്ഷകളുമായി ജനം ടി വിയിലേക്ക് കടന്നു വന്ന ക്യാമറാമാൻ, കരിയർ സ്വപ്നങ്ങൾ തുടക്കം തന്നെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് വലിയ യാത്രാമൊഴി നൽകുകയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടങ്ങുന്ന വലിയൊരു ജനാവലി. വൈകിട്ട് പാറശാലയിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വളരെ അപ്രതീക്ഷിതമായാണ് ഒരപകടത്തിൻ്റെ രൂപത്തിൽ മരണം അഭിജിത്തിനെ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ബ്യൂറോയിലെ സഹപ്രവർത്തകരോടെല്ലാം നാളെ കാണാമെന്ന് യാത്ര പറഞ്ഞുപോയ പ്രിയപ്പെട്ടവൻ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ആ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്തെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുക്കുന്നതിൽ അഭിജിത്തിൻ്റെ ക്യാമറയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകളായാലും ഏറെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീർ ഒപ്പിയെടുക്കുന്നതിലായാലും അസാമാന്യ പ്രതിഭ കാണിച്ച ഒരു ക്യാമറ പേഴ്സണെയാണ് ജനം ടി വിക്ക് നഷ്ടമായിരിക്കുന്നത്. അഭിജിത്തിൻ്റെ കുടുംബത്തിൽ എന്നതുപോലെ ജനം ടി വി കുടുംബത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ് അഭിജിത്തിൻ്റെ വേർപിരിയൽ. മാതാപിതാക്കളുടെ ഏക മകൻ. വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ.
കുടുംബത്തിന് തീരാവേദനയുടെ നോവുകൾ സമ്മാനിച്ചുകൊണ്ടാണ് അഭിജിത്ത് മടങ്ങുന്നത്. ജനൻ TV തിരുവനന്തപുരം ബ്യൂറോയുടെ സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഭിജിത്ത്. ബ്യൂറോയിലെ ക്യാമറാമാനാണ്, പാറശാല സ്വദേശിയാണ്. ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിലാണ് ജനം TVക്ക് പ്രിയപ്പെട്ട അഭിജിത്തിനെ നഷ്ടമാകുന്നത്. ഏറ്റവും ചെറിയ പ്രായത്തിൽ വലിയ വേർപാട് ആ കുടുംബം എങ്ങനെ താങ്ങും എന്നതടക്കമുള്ള വലിയ സങ്കടം ബാക്കി നിൽക്കുകയാണ്. അവൻ്റെ കുടുംബം കാത്തിരിക്കുകയാണ്. അവസാനമായി വീട്ടിലേക്ക് എത്തുന്ന അഭിജിത്തിനെ കാണാൻ ആ കുടുംബം കാത്തിരിക്കുകയാണ്. അവരെ ദുഃഖം എങ്ങനെ താങ്ങുമെന്ന് പറഞ്ഞറിയിക്കാനാവുന്നതിലും അത്രയേറെ പ്രിയങ്കരനാണ് നാട്ടുകാർക്കും അതുപോലെ തിരുവനന്തപുരത്തെ സഹപ്രവർത്തകർക്കുമെല്ലാം. വലിയ ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് 26-ാം വയസ്സിൽ അഭിജിത്ത് ലോകത്തോട് യാത്ര പറയുന്നത്. ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ അതീവ ഗുരുതരമായാണ് അഭിജിത്തിന് പരിക്കേറ്റ സാഹചര്യമുണ്ടായത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ജീവന്റെ 3/4 ഭാഗവും അസ്തമിച്ചു പോയിരുന്നു. അർദ്ധരാത്രിയുണ്ടായ വാഹനാപകടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരോട് അവൻ്റെ അന്ത്യയാത്രയെക്കുറിച്ച് എങ്ങനെ പറയുമെന്നറിയാതെ വിഷമിക്കുന്ന സഹപ്രവർത്തകരെയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടത്. മാസങ്ങൾക്ക് മുൻപ് മാത്രം അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പ്രിയ സഖിയോട് പറയണമെന്നറിയാതെ സഹപ്രവർത്തകർ വിതുമ്പുകയായിരുന്നു യഥാർത്ഥത്തിൽ. അതീവ ഗുരുതരമായ പരിക്കാണ് ഈ വാഹനാപകടത്തിൽ അഭിജിത്തിന് ഉണ്ടായത്. മുഖം പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ചിതറിപ്പോയ കാഴ്ച ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. ദേവിക്ക് വലിയ നഷ്ടമാണ്. ഒപ്പം അഭിജിത്തിന്റെ കുടുംബത്തിന് ഒരു തരത്തിലും ഒരു കാലത്തും നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് ഉണ്ടായിരിക്കുന്നത്. മൂന്ന് മണിവരെയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അഭിജിത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. അവിടെ അവൻ്റെ സഹപ്രവർത്തകർ എല്ലാവരുമുണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. ക്യാമറ സംഘത്തിനൊപ്പം തിരിച്ചു നീങ്ങുന്ന അഭിജിത്തിൻ്റെ ചിത്രം, ആ കാഴ്ചകൾ ആർക്കും മറക്കാനാകുന്നതല്ല. അത്രയേറെ തീക്ഷ്ണമായി ഈ ജോലിയെ സ്നേഹിച്ച, മാധ്യമ രംഗത്തെ സ്നേഹിച്ച ഒരു യുവപ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ജനം കുടുംബത്തിന് വലിയ നഷ്ടമാണ് അഭിജിത്തിൻ്റെ മരണം. മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ അഭിജിത്തിനെ മരണം തട്ടിയെടുത്തത്.
ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴേ കാലത്തിൽ വിട പറഞ്ഞു പോയിരിക്കുകയാണ് അഭിജിത്ത് ശ്രീകുമാർ എന്ന ജനം ടി വിയുടെ ക്യാമറാമാൻ. അവൻ ഓർമ്മയാകുമ്പോൾ ബാക്കി വയ്ക്കുന്നത് ആ ഫ്രെയിമിൽ പതിഞ്ഞ നിരവധി ദൃശ്യങ്ങളാണ്. ജനം ടി വിയെ വാർത്താസമ്പുഷ്ടമാക്കുന്നതിൽ അഭിജിത്ത് പകർത്തിയ ദൃശ്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിട്ടപ്പെടുത്താവുന്നതല്ല. ക്യാമറകളെയും കാഴ്ചകളെയും ജീവനോളം സ്നേഹിച്ചവൻ കാഴ്ചകളെല്ലാം കണ്ടു തീരും മുൻപേ തിരികെ പോയിരിക്കുകയാണ്. ഇനിയും എത്രയെത്ര ദൃശ്യങ്ങൾ ആ ക്യാമറ കണ്ണിലൂടെ ജനം ടി വിയുടെ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതായിരുന്നു. എത്രയെത്ര ജീവിതങ്ങൾ ആ ക്യാമറ കണ്ണിലൂടെ പുറം ലോകത്തെ അറിയിക്കേണ്ടതായിരുന്നു. ജനം ടി വിയുടെ തിരുവനന്തപുരം വാർത്തകളിലെ പതിവ് കാഴ്ചകൾ പകർത്തുന്ന പ്രിയപ്പെട്ട അഭിജിത്തിന് ഒരുപിടി കണ്ണീർ പൂക്കൾ അർപ്പിക്കുകയാണ് ജനം ടി വി കുടുംബം. ക്രമീകരിച്ചിരിക്കുന്നത് പാറശാലയിലെ വീട്ടിൽ അവൻ്റെ കുടുംബം കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ, അച്ഛൻ, അമ്മ, ആ മാതാപിതാക്കൾക്ക് ഏക മകനാണ് അഭിജിത്ത്. സംഘപ്രസ്ഥാനവുമായി വളരെ അടുത്ത ബന്ധമുള്ള അഭിജിത്ത് നാട്ടുകാർക്കിടയിലും ഏറെ പ്രിയങ്കരനാണ്. ആ അഭിജിത്തിനെയാണ് നഷ്ടമായിരിക്കുന്നത്. വലിയ നഷ്ടം തന്നെയാണ് ജനം ടി വി. ഈ വിജയ ദിവസത്തിൻ്റെ അനുസ്മരണമായിരുന്നു. അതിൽ ജെറി പ്രേംരാജിൻ്റെ വീട്ടിൽ പോയി ആ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രിയപ്പെട്ട അഭിജിത്തായിരുന്നു. പ്രിയപ്പെട്ടവന് വേദനയോടെ വിട നൽകുകയാണ് എല്ലാവരും. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്നും ഭൗതികദേഹം എടുക്കും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ വലിയ വേദന സൃഷ്ടിച്ചുകൊണ്ടാണ് അഭിജിത്ത് കടന്നു പോകുന്നത്. വളരെ ചെറിയ പ്രായത്തിലാണ് അഭിജിത്ത് ഈ ലോകത്തോട് വിട പറയുന്നത്. 26-ാം വയസ്സിൽ ജീവിതം ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ അകാല മരണത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് അഭിജിത്ത് ശ്രീകുമാർ എന്ന നാളെയുടെ വാഗ്ദാനം. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമേ അഭിജിത്ത് ജനം ടി വിയുടെ ഭാഗമായിട്ടുള്ളൂ എങ്കിലും ഇതുവരെ അഭിജിത്തിന് നടത്തിയ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ കരിയറിനെ നോക്കിക്കണ്ടത്, ഒരു മടിയും കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും വാർത്തകൾക്കായി ദൃശ്യങ്ങൾക്കായി ഓടി നടക്കുന്ന അഭിജിത്തിനെയാണ് കാണാനായിട്ടുള്ളത്. അഭിജിത്ത് പകർത്തിയ ദൃശ്യങ്ങളെല്ലാം തന്നെ അനശ്വരമാണ്. ഏറ്റവും ഒടുവിൽ കാർഗിൽ വിജയ ദിവസം ജെറി പ്രേംരാജിൻ്റെ കുടുംബത്തോടൊപ്പം അവൻ പകർത്തിയ ദൃശ്യങ്ങളാകാം ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തേത് എന്ന് കരുതുന്നു.
വലിയ ദുഃഖമാണ് സഹപ്രവർത്തകർക്കെല്ലാം അഭിജിത്തിന്റെ വിയോഗത്തിൽ. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ പൊതുദർശനം അവസാനിക്കും. കണ്ണീരോടെ യാത്രാമൊഴിയേകുകയാണ് പ്രസ് ക്ലബിലെ പൊതുദർശനം തുടരുകയാണ്. സമയത്തിനകം പ്രസ് ക്ലബിലെ പൊതുദർശനത്തിന് ശേഷം ജനം TV സ്റ്റുഡിയോ കൈമനത്തുള്ള സെൻട്രൽ ഡെസ്കിലേക്ക് തന്നെ എത്തിച്ച് അവിടെയും പൊതുദർശനം ഉണ്ടാവുന്നതാണ്. ജനം TVയെ സംബന്ധിച്ചിടത്തോളം ആയാലും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. വെറും 26 വയസ്സ് മാത്രം പ്രായം, പുഞ്ചിരിച്ചു മാത്രം കാണുന്ന മുഖം, തീരാ നഷ്ടം, അത്ര തന്നെ പറഞ്ഞു വയ്ക്കാനുള്ളൂ. ജനം TVയോടൊപ്പം ചേർന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ എങ്കിൽ കൂടിയും ഓരോരുത്തരെയും ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞു പോയത്. തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ചായാലും ജനം TVയെ സംബന്ധിച്ചായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന ആ മുഖം നമ്മളെ അപ്രതീക്ഷിതമായി തന്നെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രസ് ക്ലബിൽ പൊതുദർശനമാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ കൈമനത്തുള്ള ജനം TV സെൻട്രൽ ഡെസ്കിലേക്ക് എത്തിക്കുന്നതാണ്. ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ അഭിജിത്ത് ശ്രീകുമാർ വിട പറഞ്ഞിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ, വെറും 26 വയസ്സ് മാത്രം പ്രായമേ ആയിട്ടുള്ളൂ. ജനം TVയോടൊപ്പമുള്ള യാത്രയിൽ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന അഭിജിത്ത് ഇനി ഓർമ്മയാവുകയാണ്. ഇനിയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം വാർത്തകളിലെ പതിവ് പകർത്തുകാരനാണ്. ഒരുപിടി നല്ല ദൃശ്യങ്ങൾ, നമ്മളുടെ പാക്കേജുകളൊക്കെ മനോഹരമാക്കുന്ന തരത്തിൽ ഒരുപിടി നല്ല മികവുറ്റ ദൃശ്യങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന അഭിജിത്ത് ഇനി ഓർമ്മയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാറശാലക്കാരോടാണ് അഭിജിത്തിൻ്റെ വീട്. ഒറ്റ മകനാണ്. കുടുംബത്തെ സംബന്ധിച്ചായാലും താങ്ങാനാവാത്ത ഒരു വേദന തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് അധിക നാളായിട്ടില്ല. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം